അയാൻ എന്ന് പറയുന്നയാൾ 350 പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചത്, ഹിന്ദു പെൺകുട്ടികളെ. അത് തന്നെയാണ് കൃത്യമായി ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഈ ഗ്രൂമിംഗ് ഗ്യാങ് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നു. ലണ്ടനിലെ UK പോലെയുള്ള ഗ്രൂമിംഗ് ഗ്യാങ് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഭാഗമാണ്. ഏറ്റവും സ്വാധീനമുള്ളവർ കോൺഗ്രസ്സുകാരുമാണ്. അവരുടെ മക്കൾ പ്രതികളായ കേസിലെ പ്രതികളെ ശിക്ഷിക്കാൻ 25 വർഷം കഴിഞ്ഞ വർഷമാണ് ശിക്ഷിച്ചത്. ഒരു സംഘം ആളുകൾ പത്രാവസ്ഥയിൽ വിചാരിച്ചത് ചറവറാന്ന് വെടിവെച്ചു, 8-9 വരെ വെടിവെച്ചു. അത്തരക്കാരെ പിന്തിരിപ്പിക്കാനും തിരുത്താനും നന്നാക്കാനുള്ള നടപടി നമ്മൾ എടുക്കണമെന്ന് ഏത് ഉസ്താദാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു തൂമ്പ ഉണ്ടായിരുന്ന പ്രസംഗം കഴിഞ്ഞാൽ പോയി സെമിത്തറി അല്ല പള്ളികൂടെ പോയി. പഹൽഗാമി കൊന്നുകൊണ്ട് എങ്ങനെയാ നിങ്ങൾക്ക് കലിമ എല്ലാം അറിയാമോ എന്ന് ചോദിച്ചിട്ടാണ് ഇല്ലാത്തവനൊക്കെ വെടിവെച്ചത്. അതുകൊണ്ട് ഇന്ത്യയെ കീഴ്പ്പെടുത്താമെന്ന് ഒരു ബംഗ്ലാദേശിയും ഒരു പാകിസ്ഥാനിയും വിചാരിച്ചാൽ ഈ 70 ലക്ഷം പേർക്ക് വേണം. എന്നിട്ട് പറയും ഞങ്ങൾ വള്ളത്തെ കയറിപ്പോയി, വള്ളം മുങ്ങിപ്പോയി, ഒരു കൊച്ചു ചത്തുപോയി എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ മയക്കുമരുന്ന് കേസുകൾ മഹാഭൂരിപക്ഷം ആരാണ്? കേരളത്തിലെ മോഷണ കേസുകൾ മഹാഭൂരിപക്ഷം ആരാണ്? കേരളത്തിലെ കള്ളക്കടത്ത് കേസുകൾ മഹാഭൂരിപക്ഷം ആരാണ്? നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു പദം വരെയുണ്ട്. അത് പാലാ ബിഷപ്പ് പറഞ്ഞ. കേരളത്തിലെ സ്ത്രീ പീഡന കേസുകൾ മഹാഭൂരിപക്ഷം ആരാണ്? എന്നാൽ ഈ ഭൂരിപക്ഷം പേരും വരുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നാണെങ്കിൽ ആ സമുദായവുമായി ബന്ധപ്പെട്ട സമുദായ സംഘടനാ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരാശങ്ക ഉണ്ടാകണ്ടേ? നമ്മുടെ സമുദായത്തിൽപ്പെട്ട പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ പോകുന്നത്? എടാ മക്കളെ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞായിട്ട് കണ്ടുണ്ടോ? ഇല്ല, ഇല്ല, പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ പാലാ ബിഷപ്പിന്റെ അരമനയിലേക്ക് കല്ലും കുപ്പിച്ചില്ലും അടിയല്ലോ. എന്നാൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സമുദായത്തിന് വലിയ മാനക്കേടുണ്ട്. അതുകൊണ്ട് അത്തരക്കാരെ പിന്തിരിപ്പിക്കാനും തിരുത്താനും നന്നാക്കാനുള്ള നടപടി നമ്മൾ എടുക്കണമെന്ന് ഏത് ഉസ്താദാ പറഞ്ഞിട്ടുള്ളത്? ഒറ്റ വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാമോ? ഒറ്റ വീഡിയോ ക്ലിപ്പ് ഇല്ല. അപ്പൊ എന്താണ്? മൗനം സമ്മതമാണ്. ഇതൊക്കെ വെറുതെ യാദൃശ്ചികമൊന്നുമല്ല. ഇത് ലോകത്തെമ്പാടുമുള്ള ഹിജ്റ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ? അതായത് ഈ ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് മാറിപ്പോവാന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് ഇപ്പൊ നോക്കൂ, ഈ ലോകത്തെമ്പാടുമുള്ള ആളുകൾ അഭയാർത്ഥികൾ പോകുന്നില്ലേ? അഭയാർത്ഥികളായിട്ട് പോകുന്നവരെ ഹിന്ദുക്കളാണോ, ക്രിസ്ത്യാനികളാണോ, മുസ്ലിങ്ങളാണോ, സിഖുകാരാണോ, ആരാണ്? മുസ്ലിംസ് ആണോ? അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഒരു രാജ്യത്ത് ഞങ്ങൾ എത്തുന്നു, അവിടുത്തെ ജനസംഖ്യയിൽ നമ്മൾ ഒരു പ്രത്യേക ഭൂരിപക്ഷം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അടുത്ത രാജ്യത്തേക്ക് പോകും. എന്നിട്ട് പറയും ഞങ്ങൾ വള്ളത്തെ കയറിപ്പോയി, വള്ളം മുങ്ങിപ്പോയി, ഒരു കൊച്ചു ചത്തുപോയി എന്നൊക്കെ പറയും. പക്ഷേ ഒരു വള്ളം മുങ്ങി 20 പേര് ആകുമ്പോൾ 2500 പേര് അക്കരെ ചെന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ വള്ളം മുങ്ങിച്ചാവുന്നതൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണിക്കുന്ന ഒരു ക്രൂരൻ എന്ന് പറഞ്ഞാലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് എ റിയാലിറ്റി. ഈ അനധികൃതമായി കടന്നു പോകുമ്പോൾ ചിലപ്പോൾ വള്ളം മുങ്ങും. പക്ഷേ ഒറ്റ വള്ളവും മുങ്ങിയിട്ടുള്ളൂ. 1000 വള്ളങ്ങൾ പോയിട്ടുണ്ടാവും, 1000 ബോട്ടുകൾ പോയിട്ടുണ്ടാവും. അവരവിടെ ചെന്ന് അവിടുത്തെ ഡെമോഗ്രാഫി മാറ്റുക. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ അഭയാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോകത്തെന്താ? ബംഗ്ലാദേശിലേക്ക് പോകത്തെന്താ? ഇന്തോനേഷ്യ പോകത്തെന്താ? സൗദി അറേബ്യ പോകത്തെന്താ? UAE പോകത്തെന്താ? ബഹ്റൈനിൽ പോകത്തെന്താ? ഈജിപ്തിലോ ജോർദാനിലോ പോകത്തെന്താ? അവർക്ക് ക്രൈസ്തവ രാജ്യങ്ങളും ഇന്ത്യ പോലെയുള്ള ഹിന്ദു രാജ്യവും മാത്രം മതി. എന്തിനാണ്? ഡെമോഗ്രാഫി മാറ്റണം. ഇറ്റ്സ് എ പ്ലാൻ. വളരെ കൃത്യമായി വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള പ്ലാനാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഗീയവാദിയാണ്. നിങ്ങൾ സമർത്ഥിക്കുക. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോകാത്തത്? അപ്പം ഇത് ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഒരു റിയാലിറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ റേഷൻ കട എന്ന് ബോർഡ് വെച്ച് നടന്ന പോലെ ഇവിടെ ലവ് ജിഹാദ് നടത്തി കൊടുക്കുമെന്നല്ല. ഇപ്പോൾ നിങ്ങളൊക്കെ മനുഷ്യവിരുദ്ധരാണ്, നിങ്ങൾ ആണും പെണ്ണും തമ്മിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രണയത്തെ നിരസിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ എനിക്ക് മറുചോദ്യമുണ്ട്. ശരി, പ്രണയിച്ചോ, നിങ്ങൾക്ക് വിവാഹം കഴിച്ചോ, പക്ഷെ അതിന് കണ്ടീഷൻ മതം മാറണം എന്ന് പറയുന്നത് എന്തിനാണ്? ഈ തൊടുപുഴയിൽ അടുത്ത കാലത്തല്ലേ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത്? മതം പ്രണയിച്ചു കൊണ്ടു നടന്നിട്ട് അവസാനം കല്യാണം കഴിക്കണമെങ്കിൽ നീ ക്രിസ്തു മതം വിട്ട് ഇസ്ലാം ആവണമെന്ന് പറഞ്ഞു. എന്താ നേരെ തിരിച്ചായിക്കൂടെ? ഈ പറയുന്ന ആൾക്ക്, ഈ പറയുന്ന ഒരു സുലൈമാന് ഒരു മേരിക്കുട്ടിയെ പ്രണയിച്ചാൽ ഞാൻ എന്നാൽ നാളെ മുതൽ ആന്റണി എന്നുള്ള പേര് സ്വീകരിച്ച് നിന്റെ മതത്തിലേക്ക് വരാമെന്ന് പറയുന്നില്ലല്ലോ അല്ലേ? ഒരു വിഷയം പ്രേമിച്ച സുലൈമാൻ ഞാൻ നാളെ മുതൽ സോമനായിട്ട് ഞാൻ ഹിന്ദു മതത്തിലേക്ക് ചേരാന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ അതിനകത്ത് പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെ കുറിച്ച് പറയാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ ആരാന്നറിയോ? അത് മിണ്ടരുത്, മതേതരത്വം താർന്നു പോകും. മിണ്ടാൻ പാടില്ല. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ലവ് ജിഹാദ് ഒരു റിയാലിറ്റിയാണ്.
സുല്ലേട്ടാ, ഈ ചില ആചാരക്രമങ്ങളിൽ നമ്മൾ ഈ വിശ്വാസപ്രകാരം മദ്യം നേദിക്കുന്നു, മാംസം നേദിക്കുന്നു, ഇങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ ചില ആചാരങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അത് വെച്ചുകൊണ്ട് കൃഷ്ണന് മന്തി കഴിച്ചുകൂടെ എന്ന് ചിലർ വാദിക്കുന്നു. അത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ സമീപകാല വിവാദത്തെ വെച്ചിട്ടാണ് ചോദ്യം അല്ലേ. കൃഷ്ണന് മന്തി കഴിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ മന്തി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫി ഉണ്ടായിട്ട് കഷ്ടിച്ചൊരു 150-200 വർഷമായിട്ടുള്ളൂ അല്ലേ. അതെ. അതിനു മുമ്പ് ചിത്രം എഴുത്തായിരുന്നു. അതിനു മുമ്പ് ചിത്രം എഴുത്ത് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് പ്രേമനെ ഞാൻ കണ്ടാൽ പ്രേമന്റെ പടം ഞാൻ വരയ്ക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു സ്കിൽ ഉണ്ടാവണം. ഉറപ്പായിട്ടും. അത്തരം ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരാളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല, വരയ്ക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് വരച്ചിട്ടില്ല. പിന്നീട് അത് വരയ്ക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ചിത്രവുമായി ബന്ധം ഉണ്ടാകത്തില്ല, ചിത്രകാരന്റെ ഭാവനയിലുള്ളതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പറയാ, ഒരാൾ പറയാ എന്റെ പടം വരച്ചു പോരുത്, കാരണം വരച്ചാൽ പുറത്ത് കാണിക്കാൻ കൊണ്ടുപോകാത്ത ചിത്രമാണ്, അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല, എൻ്റെ പടം വരയ്ക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാം. അത്ര വികൃതമാണ് എൻ്റെ മുഖം എങ്കിൽ എനിക്ക് പറയാം. എന്തായാലും ഇസ്ലാം വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് നബിയുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല. അതിന്റെ കാരണം ഞാൻ പറയുന്ന പോലെ ചിത്രം എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലത്തെ കാര്യമാണ്. ഇപ്പോഴും വരയ്ക്കാൻ പാടില്ല. ഇപ്പം ഫ്രാൻസിൽ ഒരു പത്രം ഉണ്ടായിരുന്നു, അതിപ്രശസ്തമായ പത്രമാണ് ഷാർലി എബ്ദോ. ഷാർലി എബ്ദോ എന്ന് പറയുന്ന പത്രത്തിൽ ഒരു 2-3 വർഷം മുമ്പ് മുഹമ്മദ് നബിയുടെ ഒരു ചിത്രം അച്ചടിച്ച് വന്നത്. എന്തായിരിക്കും സംഭവിച്ചെന്നറിയാം? ഒരു സംഘം ആളുകൾ പത്രാവസ്ഥയിലേക്ക് കയറി ചെന്നു, ചറ പറയാന്ന് വെടിവെച്ചു, 8-9 പേരെ വെടിവെച്ചു വന്നു. വാർത്ത വായിച്ച ഓർമ്മയുണ്ടല്ലോ. ഒരു പത്രം ഇന്നിപ്പോ ഒരാള് നമ്മളിപ്പോ AI വെച്ചിട്ട് നമുക്ക് പടം ഉണ്ടാക്കുമല്ലോ, അതൊരു പടം ഉണ്ടാക്കി. അതെന്താ, അത് തെറ്റാണോ? ഇന്ന് ഇപ്പൊ ടെക്നോളജി ഉണ്ട്, ആർക്കും ചിത്രം വരയ്ക്കാം, ആർക്കും ഫോട്ടോഗ്രാഫി, ഏറ്റവും ഹൈ ക്വാളിറ്റി ചിത്രങ്ങൾ AI ജെമിനി ഉപയോഗിച്ചോ മറ്റേ ഏതെങ്കിലും ആപ്പ് ചാറ്റ് GPT ഉപയോഗിച്ചോ ഗ്രോക്ക് ഉപയോഗിച്ചോ ഉണ്ടാക്കാമെന്നിരിക്കെ എന്തുകൊണ്ട് എനിക്ക് ഒരാളുടെ ചിത്രം ഉണ്ടാക്കുന്നതിന് എന്നെ എന്തിനാ വിലക്കുന്നത്? എൻ്റെ സ്വാതന്ത്ര്യമല്ലേ. സംഭവിച്ചിട്ടോ? ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ 3-4 വർഷം മുമ്പ് ഈ ഒരു പ്രസിദ്ധീകരണത്തിൽ യേശുദേവന്റെ ഒരു ചിത്രം അച്ചടിച്ചു വന്നു. യേശുദേവന്റെ കയ്യിൽ ഒരു ബിയർ കുപ്പി ഉണ്ടായിരുന്നു. ഗൂഗിളിൽ നിന്ന് എടുത്ത് വെച്ചപ്പോൾ അതാണ് പ്ലേസ് ചെയ്തു പോയത്. ഇവിടുത്തെ കത്തോലിക്ക സഭ പ്രതിഷേധിച്ചു, CPM പ്രതിഷേധിച്ചു, സാംസ്കാരിക നായകന്മാർ ചട്ടക്കൂട്ടം ചെന്നേറ്റു. എന്നാൽ ക്രിസ്ത്യാനിയൊക്കെ ഒരുമാതിരിപ്പെട്ട 99% ക്രിസ്ത്യാനിയും രണ്ടെണ്ണം അടിക്കുന്നവരാ അല്ലേ. അതെ. പള്ളിയിൽ വീഞ്ഞുണ്ട് അല്ലേ. കേരളത്തിലെ ഈ വീഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഉണ്ട് ഇവർക്ക്, ഉണ്ടല്ലോ. കള്ളമൊന്നും, ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഇല്ലാതെ വീഞ്ഞുണ്ടാക്കിയാൽ ജയിലിൽ പോകും. സഭകൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അന്നപ്പോ യേശുവിന്റെ കയ്യിൽ ഒരു ബിയറോ ഒരു വൈൻ കുപ്പി ഇരുന്ന എന്താ കുഴപ്പം? അത് പ്രശ്നമാണ്. കൃഷ്ണന്റെ കാര്യം വരുമ്പോഴത്തേക്ക് അല്ല, യേശു എന്ന് ഒരു ബിയറൊക്കെ അടിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നില്ല. അപ്പൊ കൃഷ്ണൻ ഇത്തിരി ഇറച്ചി കഴിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന ഈ പാരാമീറ്റർ എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിൽ, ഇസ്ലാമിന്റെ കാര്യത്തിൽ വരുമ്പോൾ ബാധകമല്ലാത്തത്? അപ്പൊ ഇവിടെ മതേതരത്വം, ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതൊക്കെ ഹിന്ദുവിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ തൃശ്ശൂർ കേരളവർമ്മ, നമ്മൾ തൃശ്ശൂരല്ലേ ഇരിക്കുന്നത്, കേരളവർമ്മ കോളേജിലെ പിള്ളേർ സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ചു, സാക്കിർ ഹുസൈനും വരച്ചിട്ടുണ്ട്. എന്നാ അഭിവന്ധിയായ ആരാധ്യയായ ക്രിസ്ത്യാനികൾ കരുതുന്ന കന്യാമറിയത്തിന്റെ നഗ്നചിത്രം ഒന്ന് വരയ്ക്കാവോ? സക്കീർ ഹുസൈന് 700 തവണ ആലോചിക്കേണ്ടി വരും ഇല്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം നടപ്പാക്കും, ഇതുവരെ വരയ്ക്കണ്ട എന്ന് പറഞ്ഞ ആളുടെ പടം ഞാൻ വരയ്ക്കും എന്ന് സക്കീർ ഹുസൈൻ പറയുമോ? ഇല്ല, വരയ്ക്കില്ല. കാരണം അയാളുടെ മതബോധം അയാളെ അതിൽ നിന്ന് പിൻവലിപ്പിക്കും അല്ലേ. അയാളുടെ മതബോധം അയാളെ പിൻവലിക്കുന്ന തൻ്റെ മതത്തിന് ദോഷം വരുത്തുന്ന അല്ലെ തൻ്റെ മതത്തിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സക്കീർ ഹുസൈൻ മുതൽ കേരളവർമ്മയിലെ SFIക്കാരൻ വരെ മാറി നിൽക്കും. എന്നാൽ ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് കയറാം. ഇതിനെന്ത് യുക്തിയാണുള്ളത്? ഇപ്പം അതും കേരളത്തിൽ ഈ പറയുന്ന ചേർത്തലയിലെ മെഹർ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, കോഴിക്കോട് തലശ്ശേരി ഉൾപ്പെടെ വേറെടുത്ത് കണ്ടു വിഷുക്കണിയായിട്ട് വെച്ചിരിക്കുന്നു ഒരു ചെരുപ്പ് കട, സ്വർണ്ണ നാണയമൊക്കെ അതിനകത്ത് 2 ചെരുപ്പിരിക്കുന്നു. അങ്ങനെയും വന്നിട്ടുണ്ട്, അങ്ങനെയും പടം വന്നു. അത് ശരി. അപ്പൊ ഇതൊക്കെ ഞാനിതൊക്കെ നിഷ്കളങ്കമായിട്ട് കാണുന്നില്ല. കാരണം ഒരാഴ്ച മുമ്പ് ഒരു സിനിമാ നടനാണെന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ ഒറ്റ സിനിമ പോലും കണ്ടിട്ടില്ല. അയാള് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, അനുമോളെ നീ കഴിക്കുക ബീഫ്, അനുമോളെ നീ ബീഫ് കഴിക്കുക, നിനക്ക് ബീഫ് കഴിക്കാൻ വേണ്ടി ഞാൻ നിൽക്കും, പക്ഷെ ഞാൻ കഴിക്കത്തില്ല കേട്ടോ. ഞാൻ കഴിക്കത്തില്ല കേട്ടോ, കാരണം എൻ്റെ മതത്തിൽ വിലക്കാണ്. എൻ്റെ മതത്തിൽ വിലക്കാണ്. അപ്പൊ എൻ്റെ മതത്തിൽ വിലക്കുള്ളത്
ഞാൻ കഴിക്കത്തില്ല. നീ നിന്റെ മതത്തിലുള്ളൊരു വിലക്കുള്ളതാണ്, നീ കഴിച്ചു, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും. വുഡ്രോ വിൽസൺ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയുന്നതോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷെ നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാവും. അത് ജനാധിപത്യം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ എൻ്റെ മതത്തിൽ നിഷിദ്ധമായത് ഞാൻ ചെയ്യില്ല, നിന്റെ മതത്തിൽ നിഷിദ്ധമായ പശുവിറച്ചി കഴിക്കാൻ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന പരമ തെണ്ടിത്തരത്തിന്, BJP-കാരിയാണോ എന്നും ചോദിക്കുന്നുണ്ട്. പരമ തെണ്ടിത്തരത്തിന് കവളം മടലാണ് മറുപടി. അത് കേരളത്തിലെ ഹിന്ദുവിനെ അതിൽ കൊണ്ടുവരിക. കാരണം നമ്മളിപ്പോൾ നാളെ ഈ മെഹർ എന്ന് പറയുന്ന ചേർത്തലയിലെ ബിരിയാണിക്കട, മന്തിക്കട അടച്ചുപൂട്ടി കേസെടുത്തു. മറ്റന്നാ അതിന്റെ മുന്നേ ആദ്യം പോയി തള്ളി നിൽക്കുന്ന ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തുവായിരിക്കും. ഇതാണ് ഇതിനകത്ത് പ്രശ്നം. ഹിന്ദുവിനെ എന്തും ചെയ്യാം, ഹിന്ദുവിന് ഇതൊന്നും പ്രശ്നമല്ല. ഹിന്ദു മതേതരവാദിയാണല്ലോ. ഹിന്ദു എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ 5-6 മുസ്ലിംസ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചന്ദനക്കുറി തൊട്ട് വന്നാൽ അയ്യോ എൻ്റെ ചന്ദനക്കുറി അവന് വല്ലതും തോന്നിയാലോ എന്ന് കരുതും, നമ്മൾ വായിച്ചു കളയും. ഇപ്പൊ എത്രയോ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സമീപകാലത്ത് കൊണ്ട് ഹിന്ദു പെൺകുട്ടിയുടെ കുറി വായിക്കുന്നു, ചന്ദനക്കുറി വായിക്കുന്നു, പൊട്ടു വായിക്കുന്നു, എന്നിട്ട് തട്ട ഇടിക്കുന്നു, എന്നിട്ട് മതേതരത്വം. ഇതാണ് കേരളം, റിയൽ കേരള സ്റ്റോറി. എന്താ ഒരു തട്ട വിട്ട പെണ്ണിനെ പിടിച്ചിട്ട് അവളുടെ തട്ട ഒന്നടിച്ചിട്ട് ഒരു ചന്ദനക്കുറി എന്ന് വരച്ചേ, അപ്പം പറയും, അപ്പൊ കേരളം കത്തും അല്ലേ? നമ്മൾ എത്രയോ ക്ഷേത്രങ്ങളിൽ ദഫ്മുട്ട് കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് ക്ഷേത്രത്തിൽ ദഫ്മുട്ട്, മറ്റേ വൈകുന്നേരം എന്താ നോമ്പ് മുറിക്കുന്ന ഇഫ്താർ കേരളത്തിൽ നടത്തും, മതേതരത്വത്തിന്റെ മാർഗം. എന്നാൽ ഒരു മസ്ജിദിൽ ഒരു ക്രിസ്മസ് കേക്ക് ഒന്ന് മുറിക്കാമോ? അപ്പോൾ മതേതരത്വം നടപ്പാക്കേണ്ടത് ഹിന്ദുവാണ്. മതേതരത്വം എന്ന് പറയുന്ന ഈ സാധാരണ ഹിന്ദു ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുക. ഹിന്ദു അത് വിട്ടു കഴിഞ്ഞാൽ ഇത് തകർന്നു പോകും. അത് സംരക്ഷിക്കേണ്ട ഏക ബാധ്യത ഹിന്ദുവിനാണ്. ഇത് ഉറക്കെ പറയണം. മതേതരത്വം എന്ന് പറയുന്നത് മറ്റു മതസ്ഥർക്ക് ഹിന്ദുവിന്റെ മേൽ കുതിര കയറാനുള്ള സ്വാതന്ത്ര്യമാണ്. അതിന് ആ മതേതരത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. നീ എൻ്റെ മതത്തെ മാനിച്ചാൽ നിന്റെ മതത്തെ ഞാൻ മാനിക്കും. നീ മാനിക്കുന്നില്ലെങ്കിൽ എനിക്ക് സൗകര്യമില്ലടാ നിന്റെ മതത്തെ മാനിക്കാൻ. പിന്നെ ഹിന്ദുവിൻ്റെ ഒരു കുഴപ്പം ഞാൻ പറയാറുണ്ട്. ഇപ്പൊ ശബരിമല ക്ഷേത്രത്തിന് തീ വെച്ചത് എത്ര ഹിന്ദുക്കൾക്കറിയാം? ക്ഷേത്രത്തിന് തീ വെച്ചിട്ടുണ്ട് പ്രേമ, എന്നിട്ട് വിഗ്രഹം തല്ലി തകർത്തു, വിഗ്രഹത്തിന്റെ കൈകൾ വെട്ടിമുറിച്ചു, ശിരസ് വെട്ടിമുറിച്ചു. ഇപ്പൊ ഇരിക്കുന്ന വിഗ്രഹം പിന്നീട് സ്ഥാപിച്ചതാണ്, പുനഃപ്രതിഷ്ഠിച്ചതാണ്. അപ്പൊ മൂലവിഗ്രഹം തകർത്ത് കളഞ്ഞു. എന്നിട്ട് അതിലൊരൊറ്റ പ്രതിയെ ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് നിങ്ങൾ അവിടുത്തെ ശ്രീകോവിലിന്റെ മുന്നിലെ ദ്വാരപാലക ശില്പം കട്ടുകൊണ്ട് പോയവരെ പിണറായി സർക്കാർ രക്ഷിച്ചെന്ന് പറയുന്നത്. അയ്യപ്പന്റെ അമ്പലം കത്തിച്ച് അയ്യപ്പന്റെ വിഗ്രഹവും തകർത്തിട്ട് ഒരൊറ്റയാളെ പെറ്റിക്കേസിൽ പോലും കേരളത്തിൽ 75 വർഷം കഴിഞ്ഞിട്ട് ശിക്ഷിച്ചിട്ടില്ല, പിടിച്ചിട്ടില്ല, കേസ് ചാർജ് ചെയ്തിട്ടില്ല. ആ സമയം നിങ്ങളൊരു പോകുന്ന വഴിക്ക് ഒരു പള്ളിക്ക്, ഒരു മസ്ജിദിന് കല്ലെറിഞ്ഞ് നോക്കിയോ, പ്രേമം വീട്ടിൽ കിടന്ന പോലെ. ഇതാണ് വ്യത്യാസം. ഹിന്ദു ഇങ്ങനെ അനുഭവിച്ച് അവൻ ഭൂമിയോളം താഴ്ന്നു. ഇനി ഹിന്ദു എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഹിന്ദു മിക്കവാറും ഭൂമിക്ക് മണ്ണിനടിയത്ത് പോകത്തേ ഉള്ളൂ. അതായത് ഭിത്തിയോട് ചേർന്ന് കഴിഞ്ഞാൽ തിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞത്. ഞാനങ്ങനെയാ, ഭിത്തിയോളം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ ഇന്ന് നോക്കണം. അതുമില്ല. ആകെ ഹിന്ദു സമരം ചെയ്തത് കുമ്മനം രാജേട്ടൻ ഉള്ളതുകൊണ്ട് നിലയ്ക്കൽ സമരം ചെയ്തു. നിലയ്ക്കൽ സമരത്തിന് ശേഷം പിന്നീട് അതുപോലൊരു സമരം നടന്നത് വൈക്കത്താ, സത്യാനന്ദ സരസ്വതി സ്വാമി ഉള്ളപ്പോൾ. ഞാനൊന്ന് കുട്ടിയാ, ഞാൻ ആ പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ട്. അവിടെ വൈക്കത്ത് ഹിന്ദു കുടുംബങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു പള്ളി, ക്രിസ്ത്യൻ പള്ളി, ഒരു സെമിത്തേരി ഉണ്ടാക്കാൻ വന്നു. വലിയ സമരമായിരുന്നു. 25-30 വർഷം മുമ്പാണ്. വെള്ളാപ്പള്ളി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആവുന്നതിന് മുമ്പാണെന്നത്. സത്യാനന്ദ സരസ്വതി സ്വാമി വന്ന് അവിടെ ഒരു പ്രസംഗം നടത്തി. അന്ന് തീർന്നു സമരം. ആ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ എന്നോട് പറഞ്ഞതറിയോ, ഒരു തൂമ്പ ഉണ്ടായിരുന്ന പ്രസംഗം കഴിഞ്ഞ പോയി സെമിത്തേരി അല്ല പള്ളി കൂടെ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഹിന്ദുവിനെ പ്രചോദിപ്പിക്കാൻ, ആത്മവീര്യം വീണ്ടെടുപ്പിക്കാൻ കഴിയുന്ന ആളുകളില്ലാത്തതിൻ്റെ കുഴപ്പമുണ്ട്. ഞാൻ പറയുന്നത് ഈ മതേതരത്വം സംരക്ഷിക്കേണ്ട ഹിന്ദുവിൻ്റെ ആവശ്യമൊന്നുമല്ല. പക്ഷെ ഹിന്ദു അതിന് കൂട്ടു നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ ശബരിമലയിൽ ഒരു വർഷം 2 കോടി 3 കോടി ആളുകൾ പോകുന്നുണ്ട് അല്ലേ? ഉറപ്പായിട്ടും പ്രേമനും പോകുന്നുണ്ടാവും. ഇടക്ക് പോയിട്ടുണ്ട്. എന്നാൽ ശബരിമലയിൽ തീ വെച്ച്, നാളെ ശബരിമലയ്ക്ക് തീ വെച്ചു എന്ന് പറഞ്ഞാൽ പ്രേമം പോകത്തില്ല. ആറ്റുകാൽ പൊങ്കാല 3 ലക്ഷം പെണ്ണുങ്ങളാണ് പങ്കെടുത്തത്, സ്ത്രീകളാണ് പറഞ്ഞ് ക്ഷമിക്കണം, സ്ത്രീകളാണ് പങ്കെടുത്തത്. ആറ്റുകാലം അമ്പലത്തിന് നേരെ ആക്രമണം ഉണ്ടായ 3 ലക്ഷം പോയിട്ട് 300 പെണ്ണുങ്ങൾ പോവുക, 300 സ്ത്രീകൾ പോവുക. അത് നോക്കാൻ RSS വരണം, BJP വരണം, വിശ്വഹിന്ദു പരിഷത്ത്. ഞാൻ പോകത്തില്ല. ഇതാണ് ഹിന്ദുവിൻ്റെ പ്രശ്നം. അതേസമയം നിങ്ങളൊരു ക്രിസ്ത്യൻ പള്ളിക്കോ ഒരു മസ്ജിദിനോ ഒന്ന് കല്ലെറിഞ്ഞ് നോക്കിയേ, ആ ഇടവകയിലെ ആ മഹലിലെ മുഴുവൻ പേരും അവിടെ ഉണ്ടാവും. ഇതാണ് വ്യത്യാസം. കാരണം ഹിന്ദുവിന് സമാജബോധമില്ല, മറ്റുള്ളവർക്ക് സമാജബോധമുണ്ട്. നിങ്ങളെ ഡെപ്യൂട്ടി ചെയ്തിരിക്കുക. RSS ഈ നാട്ടിൽ എന്ത് ചെയ്യുകയാണ്?
വിശ്വ ഹിന്ദു പരിഷത്ത് എന്ത് ചെയ്തിരിക്കുക? നീ അപ്പം എന്നോട് പറഞ്ഞ ഒരാൾ ചോദിച്ചു, അല്ല ചേട്ടൻ്റെ നാട്ടിൽ ശാഖയുണ്ടോ? ഇല്ല. ഒരു ശാഖ തുടങ്ങിക്കൂടെ? അതിപ്പോൾ ഞാനെങ്ങനെയാ? എന്നാൽ തൊട്ടടുത്തൊരു ശാഖ നടക്കുമ്പോൾ ചേട്ടൻ അവിടെയെങ്കിലും പോയി നിന്നിട്ടുമില്ല. ഇല്ല, ഞാൻ നിന്ന മറ്റുള്ളവർക്ക് തോന്നുന്നു. ഈ ശ്രീകൃഷ്ണ ജയന്തി, ബാലഗോകുലം, ശോഭായാത്ര പോകുമ്പോൾ ചേട്ടൻ വീട്ടിലെ പിള്ളേരെ വിട്ടു ഇല്ല. പിന്നെ ചേട്ടൻ്റെ എന്ത് പിണ്ണാക്കിനാണ് ഹിന്ദു സംഘടനകളെ സഹായിക്കാൻ പറയേണ്ടത്? അല്ല, ഞാനതിനൊക്കെ പോയാൽ ചുറ്റുമുള്ളത് മുസ്ലിംസും CPM വരെ അവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് ചേട്ടനെ അവരോട് പറയാൻ പറഞ്ഞു. എൻ്റെ കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ വിളിച്ചതാ. ഞാൻ മണൽ വ്യാപാരം എനിക്കുണ്ട്, മണൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ എൻ്റെ മണലെടുക്കുന്നില്ല. അവരൊക്കെ മണലെടുക്കാൻ ലോറി വരുമ്പോൾ ഞാൻ വെച്ചിരിക്കുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റിന് അവർ മണൽ കൊടുക്കും. എൻ്റെ മണൽ പോകുന്നില്ല, ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ്. അപ്പോഴാണ് ചോദിച്ചത്, ചേട്ടൻ എന്നിട്ട് എന്നെ സഹായിക്കാൻ RSSും BJPയും വരുന്നില്ല. അപ്പോഴാണ് ചോദിച്ചത്, ചേട്ടൻ ശാഖ നിൽക്കുന്നിടത്തെങ്കിലും പോയില്ല. അതും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാവേറായിട്ട് നടക്കുകയാണോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കും ബോധ്യമുണ്ട് ഹിന്ദുവിനെ രക്ഷിക്കാൻ ആരാ ഉള്ളത്? സംഘമാണ്, അല്ലെങ്കിൽ VHP ആണ്, BJP ഉണ്ടാവണമെന്നറിയാം. പക്ഷെ ഇവൻ 5 പൈസയുടെ സഹായം അങ്ങോട്ട് ചെയ്യത്തില്ല. ഇവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നാറ്റോയുടെ കാര്യം ട്രംപ് പറഞ്ഞ പോലെ, നാറ്റോ എന്ന് പറഞ്ഞിട്ട് എന്താ, നമ്മളൊരു 32 പേരുണ്ട്, നിങ്ങളെ ആരെ തൊട്ടാലും ഞാൻ അടിക്കാൻ വരുന്നതാണ്, നിങ്ങളെന്ത് LIC പോളിസി എടുത്തിരിക്കുകയാണ്, എന്നാൽ പ്രീമിയം അടക്കണേ, എനിക്ക് കാശ് താടേ, ഇല്ലെങ്കിൽ നിന്റെ നാറ്റോ കൊണ്ട് നീ പുഴുങ്ങി തിന്ന് എന്ന് ട്രംപ് പറയുന്ന പോലെയാണ്. അപ്പം നിങ്ങൾ ഹിന്ദു സംഘടനകളെ ഒരു തരത്തിലും സഹായിക്കത്തില്ല. LMRK ആണെങ്കിലും LMRK നിങ്ങൾ തെറി പറയും. അത് LMRK എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്, അത് അങ്ങനെ ദേശീയത പറയുന്നു, അതൊന്നും പറ്റത്തില്ല. എന്നാൽ നാളെ ആവശ്യം LMRKക്കാർ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഇവൻ എന്തുവാ ചെയ്യുന്നത്? ഇത് ഞാൻ കേരളത്തിലെ ഹിന്ദുക്കളോട് ചോദിക്കുകയാണ്. ഹിന്ദുവിനെ സംബന്ധിച്ച് അവർ ഒടുവിൽ പറയില്ല, അവർ ആദ്യം അവരെ തേടി വന്നു, പിന്നെ മറ്റവരെ തേടി വന്നു, അവസാനം എൻ്റെ വീടിന് വാതിക്കെ വന്ന് എൻ്റെ മുട്ടി. ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല എന്നെ സഹായിക്കാൻ. നിങ്ങൾ കേരളത്തിലെ സമാജബോധം ഉണ്ടാക്കാൻ, സമാജത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നും ചെയ്യുന്നില്ല. അവസാനം ഒരു ദിവസം അവർ നിങ്ങളുടെ വാതിലിൽ മുട്ടും. അപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സുനിലേട്ടൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ പോലും തൻ്റെ നിലപാടുകൾ ആർജവത്തോടെ വളരെ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു, ഒരു മടിയും കൂടാതെ ഒരു മറയും കൂടാതെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ പൊതുസമൂഹം കാര്യമായ വിലയിരുത്തൽ നടത്തട്ടെ, ഗൗരവമായ ചർച്ചകൾ ഉണ്ടാകട്ടെ. ഏതായാലും സുനിലേട്ടന് LMRKയുടെയും സല്യൂട്ട് ഭാരതിൻ്റെയും വലിയ നന്ദി അറിയിക്കുക.